ഹായ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് തോന്നാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, ഈ ചാനലിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കി. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആളുകളാണ്. അതായത് 100% ആളുകളും ഏതാണ് ഈ പറയുന്ന ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകളാണെന്ന് നമ്മളെ വീഡിയോസ് കാണുന്നത്. അതിൽ 79% ആളുകൾ എന്താണ് ജെൻസാണ്. പിന്നെ വുമൺ എന്ന് പറയുന്നത് ഏകദേശം 20-21% വുമൺസും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ചാനലിൽ ഓൺട്രപ്രണേഴ്സിനുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സജഷൻസ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ ഏതാണ് കുറച്ച് സ്ട്രാറ്റജീസ് കാര്യങ്ങൾ, ഇങ്ങനത്തെയൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ എല്ലാ വീഡിയോസിലും ഉള്ളത് സാധാരണയായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും. പിന്നെ അതല്ല, ചിലപ്പോൾ ഓൺട്രപ്രണേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചിലപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നല്ല എന്താ പറയുക, ഒരു അടിപൊളിയായിട്ടുള്ളൊരു മേഖലയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ബോറടിക്കാത്ത ഒരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു കരിയറുള്ള ഒരു അടിപൊളി ഒരു ഫീൽഡാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SEO, SMM, പിന്നെ അതേപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ, നമുക്ക് ഇതേപോലെ നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഞാനിത് തുടങ്ങിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത്, സാധാരണയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അവിടെ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത്, പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഫ്രീലാൻസിങ് ആയിട്ട് വർക്കുകൾ ചെയ്ത്, പിന്നെ നമ്മളൊരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്ത്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ എന്നുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. പിന്നെ നമ്മൾ അതിൽ എന്ത് ചെയ്ത് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ആയിരുന്നു നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഒരു ചാനലിൽ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫുൾ കോഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ജാവാസ്ക്രിപ്റ്റ്, ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓരോ ക്യാമ്പയിൻസ് നമ്മൾ റൺ ചെയ്യുമല്ലോ. അതായത് ഇപ്പോൾ ഒരു വർഷം ഒരു മാസം തന്നെ നമുക്ക് ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് നമ്മളിപ്പോൾ ഏതൊരു സംഭവമാണെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് പഠിച്ച്, അതായത് ആഡ് റൺ ചെയ്യാനായിട്ട് പഠിച്ചാൽ നമ്മൾ അത് എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മളതിൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് എത്തുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കാനായിട്ട് പഠിച്ച് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഡ്രൈവർ ആവുക. ആ റൂട്ടിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുക. ആ ഒരു രീതി തന്നെ നമ്മുടെ ലൈഫിൽ പല സ്ഥലത്തും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പഠിച്ചൊരു കാര്യം അത് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് നമ്മൾ അതുമായിട്ട് ഇറങ്ങുന്ന സമയത്താണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടൈമിനുള്ളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ പൈസ ഒരു പ്രശ്നമല്ല, ഒന്നൊരു പ്രശ്നമല്ല. നമുക്ക് ഒരു സ്കില്ലുണ്ട്, നമ്മൾ ഏത് സ്കില്ലാണോ നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് വിൽക്കണം. ചിലപ്പോൾ നമ്മളെ വീട്ടുകാർ കുറ്റപ്പെടുത്തും, ഫ്രണ്ട്സ് കുറ്റപ്പെടുത്തും, ചിലപ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് അടി തെറ്റുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിൽ സന്തോഷം കിട്ടുന്ന ഒരുപാട് പേര് ചിലപ്പോൾ നമ്മളെ ചുറ്റും ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. ഇതൊരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ ഒന്നുമല്ല, ജസ്റ്റ് എനിക്ക് പേഴ്സണലി മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് എന്ത് ചെയ്താണ്, ഷെയർ ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം പറയണമെന്ന് വിചാരിച്ചായിരുന്നു. പല കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളും അതേപോലെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ഏത് മേഖലയിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്, അത് എങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ ഇന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ബൈ.